ഹായ് ഗായ്സ്, എല്ലാവർക്കും എന്നോട് വിശേഷം. നമ്മളിപ്പോൾ കോൺവോളിൽ നിന്ന് സെൻറ്റ് മൈക്കിൾസ് മൗണ്ടും ഐൽ ഓഫ് സ്കൈ ഒക്കെ കണ്ട് നമ്മൾ നേരെ പോയത് ലാൻഡ്സെൻഡിലേക്കാണ്. ജോൺ ഓഫ് റോഡ്സിലെ ലാൻഡ്സെൻഡിൽ പോയപ്പോൾ നമ്മുടെ വലിയൊരു ആഗ്രഹമായിരുന്നു കോൺവോളിലെ ലാൻഡ്സെൻഡിലും പോകാനാണോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ആഗ്രഹം സാധിച്ചിരിക്കുകയാണ്. കോൺവോളിൽ നമ്മൾ ലാൻഡ്സെൻഡിലെത്തി. അപ്പോൾ സ്കോട്ട്ലൻഡിലെ ജോൺ ഓഫ് റോഡ്സിലെ ലാൻഡ്സെൻഡും ഈ കോൺവോളിലെ ലാൻഡ്സെൻഡും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. NC500 ജോൺ ഓഫ് റോഡ്സിലെ ലാൻഡ്സെൻഡ് നോർത്തിലാണെങ്കിൽ ഇത് സൗത്ത് വെസ്റ്റിലെ ലാൻഡ്സെൻഡാണ്. ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു പ്ലേസാണ് ഈ ലാൻഡ്സെൻഡ് എന്ന് പറയുന്നത് കോൺവോളിലെ. അപ്പോൾ ഈ കടലിൻ്റെ നടുക്ക് കുറേ റെമിനൻസും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ കാണാം. അപ്പോൾ എല്ലാവരും നമ്മൾ കാത്തിരുന്ന ലാൻഡ്സെൻഡ് ഇതാണ്. അപ്പോൾ അതിലെഴുതി വെച്ചിട്ടുണ്ട് ജോൺ ഓഫ് റോഡ്സിലേക്കും ന്യൂയോർക്കിലേക്കും ഒക്കെ ഉള്ള ഡിസ്റ്റൻസും കാര്യങ്ങളും എന്തൊക്കെ മൈലുണ്ട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളവിടെ ചെന്നപ്പോൾ നല്ല ഒടുക്കത്തെ കാറ്റായിരുന്നു, പറയാതിരിക്കാൻ നല്ല തണുപ്പും നല്ല കാറ്റും ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല മെമ്മറീസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ ലാൻഡ്സെൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ അതിനൊരു ഓപ്ഷനുണ്ട്. ജോൺ ഓഫ് റോഡ്സിൽ അങ്ങനെ ഒരു ഓപ്ഷനില്ല. ഇവിടെ നമുക്ക് ഇതുപോലെ നമ്മുടെ പേരൊക്കെ വെച്ച് നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് തരും അവർ. 10 പൗണ്ടേ ആവുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു ഫോട്ടോയ്ക്ക് അവരൊരു 3-4 ഫോട്ടോസ് എടുത്ത് തരും. അപ്പോൾ അത് നമുക്ക് എന്നിട്ട് സെലക്ട് ചെയ്ത് ഏത് നല്ല ഫോട്ടോ വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളും എടുത്തു കുറച്ച് മെമ്മറിക്ക്. നമ്മൾ പോയത് ന്യൂ ഇയറിൻ്റെ പിറ്റേ ദിവസമാണ് പോയത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. മെമ്മറി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ അവർ നല്ലൊരു കവറിലൊക്കെ ആക്കി ഫോട്ടോയ്ക്ക് ഇതുപോലെ തരും. നല്ല സംഭവമാണ്. ഇപ്പോൾ ഇത് കോൺവോളിലെ ലാൻഡ്സെൻഡിൽ ഇച്ചാനെടുത്ത ഫോട്ടോയാണ്. ഇത് ഞാൻ ജോൺ ഓഫ് റോഡ്സിൽ ലാൻഡ്സെൻഡിലെടുത്ത ഫോട്ടോയാണ്. അപ്പോൾ അങ്ങനെ കുറേ മെമ്മറീസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഏകദേശം കുറേ സിമിലാരിറ്റീസൊക്കെ ഉണ്ട് ഈ ജോൺ ഓഫ് റോഡ്സിലെ ലാൻഡ്സെൻഡിനും കോൺവോളിലെ ലാൻഡ്സെൻഡിനും തമ്മിൽ. പിന്നെ ഈ ട്രെയിൽ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വേറൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പം അവിടെ ഏറ്റവും കൂടുതൽ കാറ്റുള്ളത്. നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മൾ പതുക്കെ അവിടെ നിന്ന് പോരാനുള്ള പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല കാറ്റുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മളവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ കണ്ടൊരു കാഴ്ചയാണ് നമുക്ക് ചെറിയൊരു പ്ലെയിൻ ഇങ്ങനെ പറക്കുന്ന വീഡിയോ ഒക്കെ. അപ്പോൾ അത് നമ്മൾ കണ്ടു. വീണ്ടും കുറച്ച് നമ്മൾ എന്തായാലും പോയതാണല്ലോ, അപ്പോൾ കുറച്ച് പ്രകാശനൊക്കെ കാണിക്കണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങി എക്സിറ്റ് അവിടെയായിട്ട് ഇതുപോലെ താങ്ക് യു ഫോർ വിസിറ്റിംഗ് ലാൻഡ്സെൻഡ് ബോർഡൊക്കെ കാണാം. പിന്നെ ഇവിടെ വേറെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. കിഡ്സിനൊക്കെ പറ്റിയ ഡ്രാമ ഏരിയ, തിയേറ്റർ, ചെറിയ കാർട്ടൂൺ സെൻറ്റർ, അതുപോലെ ഷോപ്പിംഗ് ഏരിയ, സുവനീർ ഷോപ്പ്, വിസിറ്റർ സെൻറ്റർ, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന ഭാഗത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു കോട്ടാണ്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അതാണ് വീഡിയോ എടുത്തിട്ടത്. അപ്പോൾ നമ്മളതെല്ലാം കഴിഞ്ഞ് ഇവിടെ നേരെ പോവാണ്.
അപ്പം നമ്മുടെ കോൺവോൾ ട്രിപ്പ് ഇതുകൊണ്ട് കഴിഞ്ഞു. നമ്മളധികം പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് ന്യൂ ഇയർ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് വന്നതാണ് കോൺവോളിൽ. അപ്പോൾ നമ്മൾ വേറെ അധികം സ്ഥലങ്ങളിലൊന്നും പോകാൻ നിന്നില്ല. അപ്പോൾ ആകെ നമ്മൾ ഈ 3 സ്ഥലങ്ങളെ കണ്ടുള്ളൂ. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോവാണ്. പിന്നെ നമ്മളൊരു 2 hours ഒക്കെ കഴിഞ്ഞപ്പോൾ സർവീസ് നിർത്തി നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു. തിരിച്ചു പോയാൽ അന്നേരം വണ്ടി തന്നെ ഓടിക്കോളൂ എന്നുള്ള ധൈര്യം കൊണ്ട് ഞാൻ കുറച്ച് നേരം വണ്ടി ഓടിച്ച് ട്രൈ ചെയ്തു. അപ്പോൾ അത്രേ ഉള്ളൂ കോൺവോളിലെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.